സെക്കൻഡ് തിങ് ദ കാസ്റ്റിംഗ് ഇപ്പം അസ്കറിനെ എങ്ങനെ കൺവിൻസ് ചെയ്തു, വിനീതനെ എങ്ങനെ കൺവിൻസ് ചെയ്തു, ആൻഡ് ബാക്കി ക്രൂ എങ്ങനെ ഓൺ ബോർഡായി? ഇത് തന്നെയാണ് ബ്രോ. ഷോർട്ട് ഫിലിം കാണിച്ചു, ഷോർട്ട് ഫിലിം വർക്കൗട്ടായി, അപ്പൊ അതിനുശേഷം കഥ പറയുന്നു. അതാണ്. പിന്നെ അവർക്ക് സീൻ എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഇതേപോലെ ഡൗട്ട് ചോദിക്കും. അപ്പൊ ആ സമയത്ത് ഒരു ക്ലാരിറ്റി കൊടുത്ത് അങ്ങ് പോകാൻ. പിന്നെ അവരെല്ലാരും ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാരും അത് ഞാൻ ഇതേ ചോദിക്കുന്നത്, ഈ ഇങ്ങനെ ഒരു ലൂപ്പ് പരിപാടി എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്തത്? ചേട്ടാ ഈ പരിപാടി ഇവിടെയാണ്, ഇത് ഇവിടെയാണ്. കാരണം 2 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് പല ഡൗട്ട്സും ഉണ്ട്. ഷൂട്ടിങ്ങിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇത് അടുത്ത ടേക്ക് ആണോ അടുത്ത ലൂപ്പിലാണോ എടുക്കുന്നതെന്ന് അവർക്കും അറിയത്തില്ല. അല്ല, നമുക്ക് ബേസിക്കലി ബ്രോ ഇത് ബജറ്റിന്റെ ബേസ്, ഒരു ബജറ്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷൂട്ടിംഗ് ഡേയ്സിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ അടിച്ച സാധനങ്ങൾ പോകണം ചില പോയിന്റിലേക്ക്, നമുക്ക് അങ്ങനെ പോകാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇപ്പൊ ചില സാധനങ്ങൾ പെർഫോമൻസിൽ നമുക്ക് ഇപ്പം ഒരു പ്രശ്നം തോന്നിയാലോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ഒരു പ്രശ്നം തോന്നിയാലോ ചില സമയത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മഴയുള്ള സമയമായിരുന്നു. ശരിക്കും ആ സമയത്ത് വേറെ പടങ്ങൾ മഴ കാരണം നിർത്തിവെച്ചൊരു ടൈമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്.